പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UG PG B.Ed പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. M.Ed പോലുള്ള മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് റീവാലുവേഷൻ അപേക്ഷണിച്ചു, സപ്ലിമെൻ്ററിക്ക് അപേക്ഷണിച്ചു, ഇംപ്രൂവ്മെൻറ്റിന് അപേക്ഷണിച്ചു. എന്നാൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അറിയാനുള്ള ഫെസിലിറ്റി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുണ്ട്. ഓക്കെ, മറ്റേത് നമ്മൾ റീവാലുവേഷൻ്റെ സൈറ്റ് നോക്കുന്നു, റീവാലുവേഷൻ ഇങ്ങനെ നോക്കുകയാണ്. സപ്ലിമെൻ്ററിക്കുള്ള അപേക്ഷ, ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അപേക്ഷ ഒക്കെ നമ്മൾ കുറേ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നമ്മളത് നോക്കണം. എന്നാൽ ഇത് വളരെ ഈസിയായി നമുക്ക് വേണ്ടത് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരിടമുണ്ട്. അതിലൂടെയാണ് നിങ്ങളുടെ സപ്ലിമെൻ്ററിയുടെയും ഇമ്പ്രൂവ്മെൻ്റ് റീവാലുവേഷൻ്റെയും അപേക്ഷ കൊടുക്കൽ. ഓക്കെ, അതിലൂടെയാണ് NSS ഗ്രേസ് മാർക്കിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാറുള്ളത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റുഡൻസ് പോർട്ടൽ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുണ്ടാവും. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കുള്ള മായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയോട് കൂടിയാണ് സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അതുവരെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ ആവേണ്ടതുണ്ട്. അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഡാറ്റ പരീക്ഷാവാനൊക്കെ കൊടുത്തിട്ടാണ് സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക. ആ സമയമാകുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സപ്ലിമെൻ്ററി, ഇമ്പ്രൂവ്മെൻറ്റ്, റിവാലുവേഷൻ, NSS ഗ്രേസ് മാർക്കൊക്കെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് സമയമായിട്ടുണ്ടോ എന്ന് അതിൽ നോക്കാൻ കഴിയും. ഈവൻ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ റിസൾട്ട് വരെ അതിൽ നിന്ന് കിട്ടും. എന്നാൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്, സ്റ്റുഡൻസ് പോർട്ടലിൽ സപ്ലിമെൻ്ററി, റീവാലുവേഷൻ, അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒന്നും റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് വരാറില്ല. അങ്ങനെ കുറേ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അതൊന്നും കൂടി സ്റ്റുഡൻസ് പോർട്ടൽ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനൊക്കെ അതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ അപേക്ഷ ഇതിന് സ്റ്റുഡൻസ് പോർട്ടൽ 2 തരത്തിലുണ്ട്. ഒന്ന് ഗസ്റ്റ് ലോഗിനിലൂടെ നമുക്ക് പരീക്ഷയുടെ ഒക്കെ അപേക്ഷ കൊടുക്കാം. പക്ഷേ NSS ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഗസ്റ്റ് ലോഗിൻ ഇവിടെ കാണുന്ന പോലെ നിങ്ങളുടെ പരീക്ഷയുടെ എക്സാം രജിസ്റ്റർ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതിന് ആവശ്യമായിട്ട് വരിക. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി, ഇമ്പ്രൂവ്മെൻറ്റ് ഇതിനൊക്കെയുള്ള അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ സൈനപ്പ് ഉണ്ട്. നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പരീക്ഷയുടെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസ് പോർട്ടൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ സൈനപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും സൈനപ്പ് ചെയ്തൊക്കെ നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതിലൂടെയാണ് പരീക്ഷയുടെയൊക്കെ അപേക്ഷ കൊടുക്കാറുള്ളത്. പരീക്ഷയുടെയൊക്കെ അപേക്ഷ ഗസ്റ്റ് ലോഗിൻ ആയാലും സൈൻ ഇൻ ചെയ്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കുള്ളൊരു പ്രശ്നം, നിങ്ങൾ കൊടുത്ത സമയത്തുള്ള മൊബൈൽ നമ്പർ മിസ്സായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇമെയിൽ ID മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളോട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ കാണുന്ന ഈ മെയിൽ ID മെയിൽ അയക്കാം. എന്നിട്ട് റെഡി ആകുന്നില്ലെങ്കിൽ ആദ്യം തന്നെ അങ്ങനെയൊക്കെ പെട്ടെന്ന് ആവില്ല എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട നിങ്ങൾ കോളേജ് ഓഫീസിൽ അതിന് കാര്യം പറയാം. എന്നിട്ടും ആവുന്നില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് നമ്പറും ഇമെയിൽ ID ഒക്കെ മാറ്റി തരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നും കൂടിയും അറിയിക്കുകയാണ്. ഇത്രയും വലിയൊരു ഫെസിലിറ്റി ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, താങ്ക് യു.